എന്റെ കൊച്ചെ, നീ സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കഴിക്കേ, എങ്കിലല്ലേ ശരീരത്ത് പിടിക്കത്തുള്ളൂ. ഇരിക്കുന്നൊന്നുമില്ല, സമയമില്ല, സമയം പോയി. പിടിച്ച്. എന്തു പറ്റിയടി? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? പുറത്തുനിന്നുള്ള ഫുഡല്ലേ കഴിക്കത്തുള്ളൂ, എല്ലാം വലിച്ചു വാരി തിന്നും. പിന്നെ എങ്ങനെ വയറ്റി പിടിക്കാനാ? അപ്പനും കണക്കാ, മോളും കണക്കാ. ഇതെന്താ പറ്റിയത്? ഇന്നലെ തൊട്ട് തുടങ്ങിയതാണല്ലോ, നല്ല ക്ഷീണമുണ്ട്. ഇവളിതെന്തെടുക്കുക? എത്ര നേരമായി ഞാനിവിടെ നിൽക്കുന്നത്. എന്താടി ഇന്ന് കാണണമെന്ന് പറഞ്ഞേ? എനിക്കാണെങ്കിൽ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ്സും കൂടി കട്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫോണിൽ പറയാൻ പറ്റാത്ത എന്ത് വിഷയം പറ. എടി എന്താടി, എന്തു പറ്റി നിനക്ക്? നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? പറ. എടി, ഞാൻ പ്രഗ്നൻ്റാ. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അതെ, സത്യ പറയുന്നേ. രാവിലെ ടെസ്റ്റ് ചെയ്ത് നോക്കി, പോസിറ്റീവാ. അയ്യോ, ഇനി എന്തു ചെയ്യും? നിന്റെ മറ്റവനാണെങ്കിൽ നിന്നെ ഇട്ടിട്ട് പോയില്ലേ? നിന്റെ ഒരു കാര്യം, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? നിനക്കൊരു ബോധമില്ലേ? ഇനി എന്ത് ചെയ്യാനാ? നീ അങ്ങ് ചുമന്നോ. ഓ, ഓരോന്നൊക്കെ ഒപ്പിച്ചു വെക്കും. എടി, നീ ഇങ്ങനെയൊക്കെ പറയാതെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിത്താ. ആ, എന്നാ ഒരു കാര്യം ചെയ്യ്, നീ അവനെ ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ ഇന്നലെ മൊത്തം ട്രൈ ചെയ്തു, പക്ഷേ നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നേ. അവനിപ്പോൾ എവിടാ ഉള്ളത്, അത് നിനക്കറിയാവോ? ഞങ്ങളിന്ന് പിരിയാൻ നേരം അവൻ ചെന്നൈക്ക് പോകുന്നെന്നാ പറഞ്ഞേ. ഇപ്പോൾ എവിടാന്ന് എനിക്കറിയില്ല. എനിക്ക് ആകപ്പാടെ ടെൻഷൻ ആവുന്നടി. നീ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്തായാലും നീ വീട്ടിലേക്ക് ചെല്ല്. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം? പുറത്തത്തെ ഫുഡിൻ്റെ ആണെന്നാ അമ്മ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ നിന്നെ വിളിക്കാം. ആ. ആ മോളെ, ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട്. ചെറുക്കൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. അച്ഛൻ എന്തായാലും അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കല്യാണമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ ഓരോ ആലോചനയായിട്ട് വരും. ആ എന്താണെങ്കിലും നീ അച്ഛനോട് പറ. ആ, ഒരു വഴിയുണ്ട്. നീ പെട്ടെന്നൊരു കല്യാണം കഴിക്കുവാണെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാം. 1 മാസമല്ലേ ആയുള്ളൂ. ആ അമ്മേ, എന്നാ അവരോട് വരാൻ പറ. ആ. എടി വർഷേ, ആ ചെറുക്കൻ ഇവിടെ വരാമെന്നാ പറഞ്ഞേ. എനിക്ക് പേടിയാവുന്നടി. റീനു, നീ ധൈര്യമായിട്ട് ചെല്ല്, എന്നിട്ട് ഓക്കെ പറ. ഞാനിവിടെ ഉണ്ടാവും. ഹലോ, അരുണേ, അരുണേ, നീ എന്താ ഇവിടെ? അരുണേ, നിന്നേ, നീ പോകല്ലേ. എനിക്ക് കുറച്ച് കാര്യം നിന്നോട് പറയാനുണ്ട്. നമ്മളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ, പിന്നെ എന്തോന്ന് പറയാന്? അല്ല, എനിക്ക് പറയാനുണ്ട്. ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ. ഹലോ, നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത്? ഈ കളർ ഡ്രസ്സിൽ ഒരാളെ ഞാൻ കണ്ടുള്ളൂ. നിങ്ങൾ മനുഷ്യനെ വിളിച്ചിട്ട് പറ്റിക്കുവാണോ? നീ അന്വേഷിക്കുന്നത് റീനുവിനെയാണോ? എന്നാ ആ റീനു ഞാൻ തന്നെ. നിനക്കറിയാവുന്ന റിൻസി എന്ന റീനു. എല്ലാം ഒരു ദൈവനിശ്ചയ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുമുട്ടില്ലല്ലോ. എടാ, ഞാൻ പ്രഗ്നൻ്റാ. ഇത് നിന്നെ ഒന്ന് അറിയിക്കാൻ ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. നീ ഇപ്പോൾ എവിടെയാണെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. അരുണേ, നീ പോവുകയാണോ? ഒരു പെണ്ണിനെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഉപേക്ഷിക്കുന്നതല്ലടാ, അവളെ ചേർത്ത് പിടിക്കുന്നതാണടാ സ്നേഹം. അതാണ് ആണത്തം. നീയൊക്കെ ഒരു മനുഷ്യനാണോ? നിന്റെ വീട്ടുകാരോട് പറ ഈ ആലോചനയോട് മുന്നോട്ട് പോയിക്കോളാൻ. ചെറുക്കിന് പെണ്ണെ ഇഷ്ടമായിരുന്നു.